അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ അഖീദ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. യോജിച്ചവ ചേർക്കാം. താഴെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോന്നിനോടും യോജിച്ചത് മേലെ കൊടുത്ത ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ആദ്യത്തെ നബി ആര്? ആ ആദ്യത്തെ നബിയുടെ പേര് ആ ബ്രാക്കറ്റിലുണ്ട്. അപ്പോൾ അതെടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒന്നാമത്തതിന് നേരെ എഴുതേണ്ടത്. അപ്പോൾ ആ ബ്രാക്കറ്റിലുള്ളതൊന്ന് വായിച്ചു നോക്കാം. വുളൂ ഇല്ലാതെ മനുഷ്യർ, കിതാബുകൾ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദം അലൈഹിസ്സലാം. അപ്പം ഒന്നാമത്തത് ആദ്യത്തെ നബി, അത് ആരാണ്? ആദം അലൈഹിസ്സലാം എന്നുള്ളതാണ്. അപ്പോൾ ബ്രാക്കറ്റിൽ നിന്നും ആദം അലൈഹിസ്സലാം എന്നുള്ളത് എടുത്ത് എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം, അവസാനത്തെ നബി അതാരാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്ത് രണ്ടാമത്തതിൻ്റെ നേരെ എഴുതുക. ഇനി മൂന്നാമത്തെ ചോദ്യം, 4 നബിമാർക്ക് നൽകപ്പെട്ടു. 4 നബിമാർക്ക് നൽകപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അതിനോട് യോജിച്ചത് ഏതാണ്? കിതാബുകൾ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ കിതാബുകൾ എന്നുള്ളത് ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക. നാലാമത്തത്, ജീവികളിൽ ഉത്കൃഷ്ടരാണ്. അപ്പോൾ അതാരാണ്? ജീവികളിൽ ഉത്കൃഷ്ടരാണ്. അപ്പോൾ അതിനോട് യോജിച്ചത് ഏതാണ്? മനുഷ്യർ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ മനുഷ്യർ എന്നുള്ളത് എഴുതി ചേർക്കുക. ഇനി അവസാനത്തെ ചോദ്യം, 5ാമത്തതാണ്. ഖുർആൻ ഷരീഫ് തുടരുത്. ഖുർആൻ ഷരീഫ് തുടരുത്. യോജിച്ചത് ഏതാണ്? വുളൂ ഇല്ലാതെ. അപ്പം വുളൂ ഇല്ലാതെ എന്നുള്ളത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്ത് എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നുള്ളതാണ്. താഴെ 5ഓളം ചോദ്യങ്ങൾ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പം അതൊന്നും പൂർത്തിയാക്കിയിട്ടല്ല എഴുതിയത്. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യണം? പൂർണ്ണമായി എഴുതുക. ചോദ്യം 1, മലക്കുകളുടെ എണ്ണം അള്ളാഹുവിന് മാത്രമേ. മലക്കുകളുടെ എണ്ണം അള്ളാഹുവിന് മാത്രമേ. ബാക്കി എന്താണ്? അറിയുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അറിയുകയുള്ളൂ എന്നുള്ളത് എഴുതുക. രണ്ടാമത്തത്, അള്ളാഹുവിനെ അല്ലാതെ യാതൊന്നിനെയും ആരാധിക്കാൻ ബാക്കി എന്താണ്? പാടുള്ളതല്ല. അപ്പോൾ അവിടെ പാടുള്ളതല്ല എന്നുള്ളത് എടുത്തെഴുതുക. ഇനി മൂന്നാമത്തത്, ചില പ്രത്യേക കാര്യങ്ങളിൽ വിശ്വസിച്ചവർക്കാണ് പറയുന്നത്. ചില പ്രത്യേക കാര്യങ്ങളിൽ വിശ്വസിച്ചവർക്കാണ് പറയുന്നത്. എന്ത്? മുഅ്മിനുകൾ. അപ്പോൾ അവിടെ മുഅ്മിനുകൾ എന്നുള്ളത് പൂരിപ്പിച്ചെഴുതുക. ഇനി നാലാമത്തെ ചോദ്യം, അള്ളാഹു മനുഷ്യർക്ക് നൽകിയ മതമാണ് ഏതാണ്? ഇസ്ലാം. അള്ളാഹു മനുഷ്യർക്ക് നൽകിയ മതമാണ് ഇസ്ലാം. അപ്പോൾ ഇസ്ലാം എന്നുള്ളത് പൂരിപ്പിച്ചെഴുതുക. ഇനി 5ാമത്തെ അവസാനത്തെ ഒരു ചോദ്യമാണ്, വസ്ത്രം തരുന്നതും ഉറക്കം തരുന്നതും അറിവ് തരുന്നതും ആരോഗ്യം തരുന്നതും ആരാണ്? അള്ളാഹു. അപ്പോൾ അവിടെ അള്ളാഹു എന്നുള്ളത് പൂരിപ്പിച്ചെഴുതുക. ഇനി മൂന്നാമത്തെ ഭാഗം, കിതാബുകളുടെ പേരുകൾ എഴുതാം. അപ്പോൾ നമ്മൾ എത്ര കിതാബുകൾ ഉണ്ടെന്ന് പഠിച്ചു? 4 കിതാബുകൾ ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ? ഒന്നാമത്തെ ഭാഗത്ത് 3ാമത്തെ ചോദ്യം കണ്ടല്ലോ, 4 നബിമാർക്ക് നൽകപ്പെട്ടു കിതാബുകൾ അല്ലെ? അപ്പൊ എത്ര കിതാബുകൾ തന്നെയാണ്? 4 കിതാബുകൾ അല്ലെ? അപ്പൊ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഒന്നാമത്തെ കിതാബിന്റെ പേര് അവിടെ നൽകിയിട്ടുണ്ട്, ഖുർആൻ. ബാക്കി 3 കിതാബിന്റെ പേരാണ് നമ്മൾ അവിടെ എഴുതി ചേർക്കാനുള്ളത്. രണ്ടാമത്തത് തൗറാത്ത്, മൂന്നാമത്തത് ഇഞ്ചീല്, നാലാമത്തത് സബൂർ. അങ്ങനെ ഓരോന്നിന് നേരെ എഴുതി കൊടുക്കുക. ഇനി 4ാമത്തെ ഭാഗമാണ് നോക്കാനുള്ളത്, ഉത്തരം എഴുതാം. അവിടെ ആകെ 3 ചോദ്യങ്ങളെ നൽകിയിട്ടുള്ളൂ. അപ്പോൾ ആ 3 ചോദ്യങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യണം? ഉത്തരം എഴുതണം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് എപ്പോഴാണ്? അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് എപ്പോഴാണ്? അപ്പം അതിൻ്റെ ഉത്തരം എന്താണ്? എന്ത് ഗുണം ലഭിച്ചാലും. അപ്പം എന്ത് ഗുണം ലഭിച്ചാലും നമ്മൾ എന്ത് പറയണം? അൽഹംദുലില്ലാഹ് എന്ന് പറയണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്ത് ഗുണം ലഭിച്ചാലും എന്നുള്ളത് എഴുതി കൊടുക്കുക. രണ്ടാമത്തെ ചോദ്യം, മലക്കുകൾ എപ്പോഴും എന്ത് ചെയ്യുകയാണ്?
മലക്കുകൾ എപ്പോഴും എന്ത് ചെയ്യുകയാണ്? അതിനുത്തരം അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, മലക്കുകൾക്ക് തീറ്റ, കുടി, ഉറക്കം, ക്ഷീണം അങ്ങനെയുള്ള ഒരു സംഭവം ഇല്ല എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അവരുടെ ജോലി എന്താണ്? എപ്പോഴും മലക്കുകൾ ചെയ്യുന്നത് അള്ളാഹുവിനെ വഴിപ്പെട്ട് കൊണ്ടിരിക്കുന്നു. അപ്പൊ അതാണ് അവിടെ ഉത്തരമായിട്ട് എഴുതാനുള്ളത്. ഇനി മൂന്നാമത്തെ ചോദ്യം, മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടു എന്തുകൊണ്ട്? അപ്പം മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത് മണ്ണ് കൊണ്ടാണ് അല്ലെ. അപ്പൊ മലക്കുകളെ സൃഷ്ടിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? അതാണ് ഇവിടെ ചോദ്യമായിട്ട് വന്നത്. മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടു എന്തുകൊണ്ട്? ഉത്തരം എന്താണ്? പ്രകാശത്താൽ. അപ്പൊ പ്രകാശത്താലാണ് അല്ലാഹു തആല മലക്കുകളെ സൃഷ്ടിച്ചത്. ഇനി അഞ്ചാമത്തെ ഭാഗമാണ് കള്ളികൾ പൂർത്തിയാക്കാം. അപ്പൊ കുറെ മലക്കുകളുടെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പം ഇവിടെ 4 മലക്കുകളുടെ പേര് തന്നിട്ടുണ്ട്. ബാക്കി 6ഓളം കള്ളികൾ ഒന്നും നൽകാതെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒന്നും കൊടുക്കാത്ത കള്ളിയിൽ നമ്മൾ എന്ത് ചെയ്യണം? മലക്കുകളുടെ പേര് എഴുതി കൊടുക്കണം. അപ്പൊ 12 മാർക്കാണ് ഓരോ ചോദ്യങ്ങൾക്കും. അപ്പൊ ഒന്നാമത്തത് അവിടെ മലക്കിന്റെ പേര് നൽകിയത് ജിബ്രീൽ അലൈഹിസ്സലാം എന്നുള്ളതാണ്. രണ്ടാമത്തത് നമ്മൾ എന്ത് എഴുതണം? മീകായിൽ അലൈഹിസ്സലാം. മൂന്നാമത്തത് അവിടെ കൊടുത്തത് ഇസ്റാഫീൽ അലൈഹിസ്സലാം എന്നുള്ളതാണ്. ഇനി അടുത്തത് നമ്മൾ എഴുതണം അസുറായിൽ അലൈഹിസ്സലാം. അപ്പോൾ അവിടെ അസുറായിൽ അലൈഹിസ്സലാം എന്ന് എഴുതുക. അടുത്ത കള്ളിയിൽ മുങ്കർ അലൈഹിസ്സലാം എന്ന് എഴുതുക. പിന്നെ അടുത്ത കള്ളിയിൽ നക്കീർ അലൈഹിസ്സലാം എന്ന് അവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത കള്ളിയിൽ ഒന്നുമില്ല. അപ്പൊ അവിടെ നമ്മൾ എന്ത് എഴുതി കൊടുക്കണം? റഖീബ് അലൈഹിസ്സലാം എന്ന് എഴുതുക. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഉള്ളത് ഏതാണ്? അതീദ് അലൈഹിസ്സലാം എന്നുള്ളതാണ്. ബാക്കി 2 കള്ളിയിലും ഒന്നും ഇല്ല. അപ്പൊ അവിടെ ആദ്യത്തതിൽ മാലിക് അലൈഹിസ്സലാം എന്ന് എഴുതുക. അടുത്തതിൽ റിളുവാൻ അലൈഹിസ്സലാം എന്നും എഴുതി ചേർക്കുക. അങ്ങനെ ആ കള്ളി പൂർത്തിയാക്കിയാൽ 12 മാർക്കാണ് ലഭിക്കുന്നത്. ഇനി അടുത്തത് നോക്കാം. ഏറ്റവും അവസാനത്തെ ഭാഗമാണ് പൂർത്തിയാക്കാം. അപ്പൊ നമ്മൾ കുറെ ബൈത്തുകൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ആ ബൈത്തിൽ നിന്നും ചില ഭാഗമാണ് അവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈമാനുന, അപ്പൊ അവിടെ ഏതുണ്ട്? ഈമാനുന എന്നുള്ളതുണ്ട്. അപ്പൊ വാക്യം എന്താണ് അവിടെ വേണ്ടത്? ബില്ലാഹി എന്നുള്ളതാണ്. അപ്പൊ അവിടെ ബില്ലാഹി എന്ന് എഴുതി കൊടുക്കുക. പിന്നെ ബാക്കി അവിടെ ഉണ്ട് വൽ മലായിക്കത്തി. അപ്പം ഈമാനുന ബില്ലാഹി വൽ മലായിക്ക. പിന്നെ വൽ കുതുബി എന്നവിടെ ഉണ്ട്. പിന്നെ നമ്മൾ എഴുതാനുള്ളത് ഏതാണ്? റുസുലി എന്നുള്ളതാണ്. വൽ കുതുബി വ റുസുലി. പിന്നെ വ യൗമി എന്നുള്ളതും അവിടെ ചേർത്ത് എഴുതുക. പിന്നെ തഹ്ലുക്ക എന്നുള്ളത് അവിടെ ഉണ്ട്. അപ്പൊ അത് പൂരിപ്പിച്ചത് മുഴുവൻ വായിക്കുമ്പോൾ എങ്ങനെ വരും? ഈമാനുന ബില്ലാഹി വൽ മലായിക വൽ കുതുബി വർ റുസുലി വ യൗമി തഹ്ലുക്ക എന്ന് വരും. അപ്പൊ ദുആ വസിയത്തോടെ നിർത്തുന്നു. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.